Hello, Mr. Bhaskaran. Glad to meet you. പേടിക്കണ്ട, ഒരു റോബോട്ട് അതിന്റെ ഉടമസ്ഥനെ ഉപദ്രവിക്കില്ല. നിനക്കല്ലേ അല്ലെങ്കിൽ പിടിച്ച് ഓഫായി കളയും. ദോശ ദോശ ഓടുന്നത് കണ്ടിട്ടില്ലേ? ചുടാൻ അറിയാം, കണ്ടിട്ടില്ല. ഫസ്റ്റ് ഒരു ഹോം നേഴ്സ് ചോരയും നീരുമുള്ള സ്വന്തം മക്കൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ഒരു ഇരുമ്പും കഷ്ണം ചെയ്യാൻ പോകുന്നത്. ഒരു മനുഷ്യൻ ചെയ്യുന്നതെല്ലാം റോബോട്ടും ചെയ്യും. Harmful objects detected. Activating security mode. നവോത്ഥാന നാടകങ്ങളിൽ അഭിമാന മനസ്സ് കാഴ്ചവെക്കുന്നു. ക്യാരക്ടറിലേക്ക് കയറിയാലോ? സംഹാരമാണി ഹിമശങ്കങ്ങൾക്ക് ഹാലടകട്ടെ, ഗംഗ കലിതുള്ളിയൊഴുകട്ടെ. സമയമായി. കാലാന്തകന്റെ അവതാരത്തിന് ഇനിയൊരു ഭക്തനും യമപുരി പോകരുത്. എടാ, നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എൻ്റെ അച്ഛൻ മരിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ കണ്ടാന്ന് ഭാസ്കരൻ്റെ വീട്ടിൽ ഹെൽമെറ്റെല്ലാം വെച്ചിട്ട്. എനിക്ക് അന്നേ സംശയം ഉണ്ടായടാ, അന്ന് കിട്ടിയ കുഞ്ഞപ്പാട്ടിൻ്റെ ശവല്ല, കുഞ്ഞപ്പാട്ടൻ മരിച്ചിട്ടില്ല. വിനു, ഒരു മിനിറ്റ് നീ നിൽക്ക്. ജീവിച്ചിരിക്കുമ്പോൾ നാണക്കേട് മാത്രം തന്ന നാറിയായ അച്ഛൻ, വിധി നിനക്ക് വിധിച്ചത് എൻ്റെ കൈകൊണ്ടുള്ള മരണം. ഇനി ഒരാളെ നീ ഹെൽമെറ്റ് കൊണ്ട് ഇടിച്ച് കൊല്ലരുത്. അറിഞ്ഞില്ലേ, ആ കുഞ്ഞപ്പൻ നമ്മുടെ ഭാസ്കരന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ വിനുവിന്റെ അച്ഛൻ കുഞ്ഞപ്പൻ ഒരു റിപ്പറായിരുന്നു. രാത്രി ആവുമ്പോ ഹെൽമെറ്റ് ഇട്ട് കത്താറ്. ആരും കണ്ടാലേ തലക്കടിച്ച് കൊല്ലി. വിനു കൊല്ലാൻ തീരുമാനിച്ചപ്പോ നാളോട്ട് പോയതാ. ഇന്നിവിടെ ചോരപ്പോ ഒഴുകും. ഞാൻ നോക്കിട്ട് വരാം. മാമ റിപ്പർ കുഞ്ഞപ്പൻ ഇവിടെ വന്നിന്. റിപ്പറാ? ബാബു കണ്ടിനോളൂ ഹെൽമെറ്റ് ഇട്ടിട്ട്. മിസ്റ്റർ ഭാസ്കരൻ, ചായ. ഇതെന്താന്ന് മാമ? അത് എൻ്റെ മോൻ്റെ ഒരു സുഹൃത്താണ്. പണി അന്വേഷിച്ച് വന്ന കുറച്ച് ദിവസം ഉണ്ടാവും. ഗുഡ് മോർണിംഗ്. ഓ, നമസ്കാരം. അപ്പൊ അമ്മ ഇതായിരുന്നല്ലോ പെട്ടിയില്? ഇത് പീസ് ആയിരുന്നാ? ജോയിന്റ് ആക്കിയതാ? ഇത് എല്ലാ പണി എടുക്കുവോ? ആർക്കറിയാം? എനിക്കറിയാം, എല്ലാ പണിയും ചെയ്യും. എന്താ സാറിന്റെ പേര്? I am a robot, Android, version 5.25. റോബർട്ട്. അപ്പൊ ക്രിസ്ത്യാനിയാന്നല്ലേ? എന്റെ പേര് പ്രസന്നൻ. പൊതുവാളാണ്. മാമന്റെ മരുമകനാ. Glad to meet you. വാ വാ വാ. ഏയ്, അതുണ്ടല്ല, ഇത്
കുഞ്ഞപ്പനല്ല. മാമന് നല്ല സുഖമില്ലല്ലോ. റഷ്യയില് സുബ്രഹ്മണ്യം തിരക്കല്ലേ. അതുകൊണ്ട് മാമനെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന. പേര് റോബർട്ട്. ആൻഡ്രോയിഡ് ആണെന്ന് തോന്നുന്നു. വിൻഡോസാ. എല്ലാവർക്കും വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തിട്ട് വിട്ടോ. ബാക്കിൽ നിന്ന് നോക്കുമ്പം ശരിക്കും കുഞ്ഞപ്പൻ്റെ ഒരു കട്ടില്ല ഇല്ലേ? എടുത്തോ. ബഹളം വയ്ക്കല്ലേ. ഓരോരുത്തരായിട്ട്. എല്ലാവർക്കും ചാൻസ്. കേട്ടോ കേട്ടി, ആ മസ്കന്റെ വീട്ടിലൊരു യന്ത്രമനുഷ്യൻ വന്നിട്ടുണ്ടോലും ഓനെ നോക്കാനാ. ഓൻ ചായ വെക്കും, ചോറ് വെക്കും. തുണി നനക്കും, നിലം തുടക്കും, കടയിൽ കിടന്ന തീട്ടുമൂത്രം പോരും. കൈകൊണ്ട് വാരിച്ച് വായിൽ വെച്ച് കൊടുക്കും. മൂത്രോ? ഇതൊന്നും നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തിന് ചേർന്നല്ല കേട്ടോ. അല്ല മുരളിയേട്ടാ, ഇത് തുണി തയ്ക്കുവാ. തുണി തയ്ക്കായിരിക്കും, പക്ഷെ അങ്ങനെ കുടുക്കാൻ പറ്റും. മനസ്സിലെ വായിക്കുന്ന കേട്ട്. ആ നമുക്കൊന്നും കടലാസില്ലെന്ന് മര്യാദക്ക് വായിക്കാൻ പറ്റുന്നില്ല. ആണോ? ആണെന്നെ ആൻഡ്രൂർ കുഞ്ഞപ്പൻ. അപ്പാണെന്നെ. പഴയ പോലെ ആക്കരുതട്ടെ, എന്നാ ഫോക്കസ് ചെയ്യണം കേട്ടോ. പറഞ്ഞേ സാറേ, കണ്ണൂർ ന്യൂസ് ആയിരുന്നേ. റോബോട്ടിനെ കുറിച്ച് കേട്ട് വന്നായിരുന്നു. വാ കേറ്. റോബർട്ട്. ആ റോബോട്ട് നല്ല പ്രായമുണ്ടല്ലോ. ഇതല്ല, ഇത് മാമനാ. റോബർട്ട് വേറെ. സാറേ, കണ്ണൂർ വിഷൻ ആയിരുന്നേ. റോബോട്ടിനെ പറ്റി കേട്ടിട്ട് വന്നായിരുന്നു. ആരാണ് സാർ ഇതിനെ കൊണ്ടുവന്ന്? മോനെ ഒന്ന് കാണാൻ പറ്റുമോ സാർ? അവൻ ജപ്പാനിലാന്ന്. ഇതാണോ സാർ? കട്ട്. ഇത് മാഫിയ ചേച്ചി. Mr. Bhaskaran, ആ ഇതാ റോബർട്ട്. a call from Subramanian. അച്ഛാ, എന്നിട്ട് അവിടെ വിശേഷം? ആ തന്നെ വിശേഷം. സ്വൈരം പോയി. ഹലോ സാർ, താങ്കൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അച്ഛനെ കുറച്ച് സ്വൈരം കൊടുക്കണം. തിരക്കുണ്ടാക്കി ബുദ്ധിമുട്ടാക്കരുത് പ്ലീസ്. ഇപ്പൊ തന്നെ എല്ലാവരും ഒന്ന് പോയി തരൂ. Let them do their job, Subramanian. പബ്ലിക്ക് പുரியணும்ல நம்ம മാർക്കറ്റിൽ இருக்குது. Good morning, Mr. Babu. എങ്ങനെ മനസ്സിലായി? ബാബു കുഴമൽ വീട്ടിൽ മ്യൂച്വൽ ഫണ്ട്സ് ഇല്ല. സ്വയം തൊഴിൽ. സൗത്ത് LP സ്കൂളിൽ പഠനം. സ്വന്തം സ്ഥലം രാമന്തളി. താമസിക്കുന്നത് മഹാദേവ ഗ്രാമം. ജനനം 12th of March 1978. 235. സുഹൃത്തുക്കൾ കമ്മ്യൂണിസ്റ്റ് അയ്യപ്പ ഭക്തൻ. സിനിമയിലും സ്പോർട്സിലും താല്പര്യം. മോഹൻലാലിനെയും രജനീകാന്തിനെയും ശ്വേതാ മേനോനെയും ഇഷ്ടം. 12th of October 2016. അതിരപ്പള്ളി 14th of October 2017. ഊട്ടി. ഒടുവിലത്തെ സ്റ്റാറ്റസ് ഫീലിംഗ് സാഡ്. എങ്ങനെ? നാളെ മുതൽ പത്രം വേണ്ട. പത്രം വേണ്ടെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. എൻ്റെ അച്ഛനെ വേണമെങ്കിൽ പറഞ്ഞു, പത്രം വേണ്ടാണ്ട്. പത്രം വായിക്കുന്നതിന്റെ സുഖം അത് വായിക്കുന്നവനെ അറിയൂ. വായിക്കുന്നത് അറിവിനാണ്, സുഖത്തിനല്ല. നിനക്ക് കക്കൂസിരുന്ന് വായിക്കണം. നീ വന്ന് നെഞ്ചുമുളഞ്ഞ് നിൽക്കോ അറിവായിട്ട്? നിൽക്കാം. നാണം ഉണ്ടോ എനക്ക്? ഉണ്ടാവില്ല. പേപ്പർ കൊണ്ട് ചന്തി തുടയ്ക്കുന്ന നാട്ടിൽ നിന്നല്ലേ വരവ്. നാണം ഉണ്ടാവൂല. നാണം ഭാസ്കർ, എനിക്ക് ഒരുപാട് പത്രം ഉണ്ടായിരുന്നു. ഞാൻ പോയി. May I help you? നിനക്ക് ഈ ബാബുവിനെ എങ്ങനെ അറിയും? Facebook. എല്ലാരെ കുറിച്ചും അറിയാൻ പറ്റുമോ? Facebook അക്കൗണ്ട് ഉള്ള എല്ലാവരെയും. ഈ പ്രസന്ന ആളെങ്ങനാ? ഇമെയിൽ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ട്വിറ്റർ ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, വാട്സ്ആപ്പ് ഇല്ല, സ്കൈപ്പ് ഇല്ല, ഗൂഗിളിൽ ഇല്ല. പ്രസന്നൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. പ്രസന്നൻ എന്നയാൾ ജീവിച്ചിരിക്കുന്നു എന്ന് സംശയമാണ്. പുഴു.
All clear. Vitamin A, 38%. ആ നീ എപ്പോ വന്നു? ഇപ്പൊ മനസ്സിലായ ദൂരമുള്ളൊരു അടുത്ത് കാണുന്ന ടെക്നോളജി. ആ കിടക്കുമ്പോ ഒളിഞ്ഞു നോക്കുന്ന ടെക്നിക്ക് ഈ നാട്ടിൽ പണ്ടേ ഉണ്ട്. കടക്ക് ഓർത്ത് എങ്ങനുണ്ട്? അമ്പിന് വില്ലിന് നടക്കാത്ത ആളാണ്. അച്ഛനെന്നെ തിന്നായിരുന്ന ഭാഗ്യം. നൈസ്. May I help you? ഞാൻ അടുത്തോളാം. എന്നെ ഉണ്ടാക്കിയത് താങ്കളെ നോക്കാൻ വേണ്ടിയാണ്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. നിന്നെ ഉണ്ടാക്കിയത് എന്നെ പറ്റിക്കാനല്ലേ? ഈ സ്നേഹം എന്ന് പറയുന്ന ഡ്യൂട്ടി അല്ല, അതൊരു വികാരമാണ്. സുബ്രഹ്മണ്യനോട് പറഞ്ഞു സ്നേഹം അറിവാണെന്ന്. ആ വികാരമുള്ള അറിവാന്ന് സ്നേഹം. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, അത് ഉള്ളീന്ന് വരണം. എവിടെ പോകുന്നു? നിനക്കൊരു പെണ്ണ് കാണാൻ കറണ്ട് ബില്ലടച്ചിട്ട് വരാം. ബിൽ ഇവിടെ നിന്ന് അടയ്ക്കാം. ഇലക്ട്രിസിറ്റി ഓഫീസ് ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് പോകണം. You can pay it online. ഞാൻ കാണുമ്പോ തൊട്ട് ഇയാൾ ഇതേ മുണ്ടും കുപ്പായാന്ന്. എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ അവൻ. രണ്ടെണ്ണം പുതിയ വാങ്ങിക്കൊടുത്തൂടെ? പൈസ അത് പണിയെടുത്ത് ആർക്കും ഉണ്ടാക്കാം. പക്ഷെ പണിക്ക് പോകണം അല്ലേ മധുവേട്ടാ? ഫസ്റ്റേട്ടാ എന്താ ആന്റി പോയ അണ്ണനെ പോലെ ഇരിക്കുന്നത്? ആന്റി അല്ല, അണ്ടി. അണ്ണനല്ല, അണ്ണാൻ. അതങ്ങനെ പറയണതേ. ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ വിട്ട് നാട്ടിൽ പോകേണ്ടി വരും. അച്ഛനാ റോബോട്ട് ഒരു തരത്തിലുള്ള എക്സൈറ്റ് ചെയ്യുന്നില്ല. എക്സൈറ്റിംഗ് ആയ ഒന്നും അത് ചെയ്യുന്നില്ലല്ലോ. മതിയോ, നമുക്ക് പോകാം. ഹലോ, എത്ര നേരമായി വിളിക്കുന്നു ഇപ്പ? ഞാൻ കൂടെ വിളിച്ചാൽ മതിയോ? കുറച്ച് തിരക്കില്ല. തിരിച്ചു വിളിച്ച് പറയാനുള്ള വിശേഷങ്ങളൊന്നും ഇല്ലേ ഉപ്പ? എന്റെ മാമനൊന്ന് വീണു, അത് പറയാൻ വിളിച്ചതാണ്. ഇനി തിരിച്ചു വിളിച്ചാലും ഇത് തന്നെ പറയാമോ? ഹലോ ഹലോ, അച്ഛനെവിടെ? ഇലക്ട്രിസിറ്റി ഓഫീസ്. ഇഡിയറ്റ്, അച്ഛനെന്തോ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്, പോയി അന്വേഷിക്കേ. Copy that. ആരാ? അമ്മേ. ആ ഓലിന്റെ ബാക്കിൽ ആരാ ഉണ്ട്? അതെന്തെങ്കിലും പട്ടിയോ പൂച്ചയായിട്ടായിരിക്കും. പേടിപ്പിച്ചിട്ടല്ലോ. ഹലോ മിസ് സീത. നീ എന്താ ഇവിടെ? മിസ്റ്റർ ഭാസ്കറിനെ കാണാനില്ല. അന്വേഷിച്ച് ഇറങ്ങിയതാണ്. ഇവിടെയാ? ബാറ്ററി ലോ, അതുകൊണ്ട് നിന്നതാണ്.
Battery low, battery low, battery low. അമ്മ നമുക്ക് ഇതിനോട് അച്ചാലാ വീട്ടുപാടയും കൊടുത്ത് നിന്നെ പോറ്റാ ഞാൻ പെടുന്ന പാട് അന്നേരാന്ന് കൊടുക്ക് നിക്കമ്മേ ഞാൻ ഈ മെയിലൊന്ന് ചെക്ക് ചെയ്യട്ടെ വൈഫൈ Of course. ഇതിനെ കാണാതെ അയാൾ തേടി വന്നാൽ നമ്മ കട്ടോണ്ട് വന്നതെന്ന് പറയും ഒരു നെറ്റ് കണക്ഷൻ പോലും എടുക്കൂല ഞാൻ ദയവായിട്ട് അറിഞ്ഞു തന്ന റോബോട്ടിനെ ഇവിടെ വെക്കാന്ന് വെച്ചാൽ അത് സമ്മതിക്കൂല ജോലി കിട്ടിയത് തന്നെ നെറ്റ് കുന്തൊക്കെ സ്വന്തം പണിയെടുത്ത് ഉണ്ടാക്കിയാൽ മതി പറഞ്ഞു വിട് പല്ല് മേടിക്കുന്നതിൻ്റെ Battery charged sufficiently. Thank you. Mr. Bhaskaran. ആ സാധനം കാണാൻ കൊണ്ട് വെച്ചതാണോ? കാശുകളാക്കി വീട്ടിൽ വെച്ചത് പണിയെടുക്കാനല്ലേ? എടാ തുടങ്ങി. ആ വന്നു വാ. എവിടെയായിരുന്നു? കറങ്ങാൻ പോയതാ? കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് ചെയ്യേണ്ട എൻ്റെ മാഷെ. വെറുതെ തിന്നു കൊടുത്ത് തടിച്ചല്ലോ നീ. ആ കുടിയൻ ബാബു കണ്ടാ നന്നായി, അല്ലെങ്കിൽ എന്താവും? അല്ലെങ്കിലും മാമ, റഷ്യയിലുള്ള മക്കളേക്കാൾ നല്ലതാണ് പയ്യനുള്ള റോബോട്ട്. സുബ്രഹ്മണ്യം വിളിച്ചാൽ അവന് ഫോൺ എടുക്കാൻ പോലും സമയമില്ല. ഭാഗ്യമല്ലേ ഞാനൊന്നും എഞ്ചിനീയർ ആവാത്തത്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ ഓടെ വീണ് വെള്ളം കിട്ടാണ്ട് ചത്തേനെ. അപ്പോൾ മാമ ഹോട്ടൽ പൂട്ടിയിട്ടില്ല, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. A call from Subramanian. അച്ഛാ എന്താ പറ്റി അച്ഛാ? ആ ഒന്ന് വീണു. എന്തിനാ അച്ഛാ ടൗണിലൊക്കെ പോകുന്നത്? എന്താവശ്യം അവനത് പറഞ്ഞാൽ പോരെ? ഞാൻ പറഞ്ഞതല്ലേ. നീ എന്നാ ഇനി ഇങ്ങോട്ട്? അച്ഛാ Signal lost.